ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു പീസ് ഉള്ളി ഇതുപോലെ എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് പിന്നെ നമ്മളിതാ അങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ നീര് മുഴുവൻ എടുക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് നിങ്ങൾ അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ അടുപ്പിൽ നമ്മൾ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചായപ്പൊടി ഒരു 2-3 ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു 2-3 സ്പൂണ് നിങ്ങൾ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമ്മളിങ്ങനെ അത് വെയിറ്റ് ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ഒരുപാട് നേരം തിളക്കട്ടെ, അത് നല്ലതാണ്. അപ്പോൾ ബ്ലാക്ക് ടീയിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റും അതേപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കൊണ്ടൊക്കെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തും അതേപോലെ തന്നെ ഡാർക്ക് ഹെയർ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചായയിൽ അടങ്ങിയിട്ടുള്ള കഫേനാണ് നമ്മുടെ ഹെയർ ലോസിനൊക്കെ, അതായത് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഓണിയൻ ഇതേപോലെ മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഓണിയൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ഓണിയൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഒരു ഇഷ്യൂ തന്നെയാണ്. എങ്കിൽ പോലും ഈ ഓണിയനിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അതേപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി അതൊക്കെ നമ്മുടെ മുടിനെ വളരാനും അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഹെയർ ആക്കി എടുക്കാനും വളരെ ഹെൽപ്ഫുൾ ആണെന്ന് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ നമ്മുടെ ഓണിയൻ ഷാമ്പു ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓണിയൻ ഷാമ്പു ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയും അതേപോലെ നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തെടുക്കാനും പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലൊരു ന്യൂട്രിയൻസ് തന്നെയാണ് നമുക്ക് നമ്മുടെ തലമുടിക്ക് ഇത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒണിയൻ ഒരു ഇഷ്യൂ ആണ്, ഇതിൻ്റെ സ്മെല്ലൊരു ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് കുറച്ച് ലെമൺ അതിൽ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അരിച്ചെടുക്കുക. നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ തലമുടിയിലും അതേപോലെ തന്നെ സ്കാൾപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അത് സ്കാൾപ്പിലാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ഡാൻഡ്രഫ് അതുപോലുള്ള കാര്യങ്ങൾക്കും പിന്നെ മുടി വളരാനൊക്കെ നമ്മൾ സ്കാൾപ്പിലാണല്ലോ അപ്ലൈ ചെയ്യുക. നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് നിങ്ങളത് തലയിൽ വെച്ചോളൂ. എന്നിട്ട് കുളിക്കുമ്പോൾ ആദ്യത്തെ 2-3 പ്രാവശ്യം 2-3 ദിവസം നിങ്ങൾ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാതെ വെറും പ്ലെയിൻ വാട്ടറിൽ മാത്രം തല നനയ്ക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്നവരാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്തിട്ട് പിന്നീട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഷാമ്പു യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലെമണൊക്കെ അപ്ലൈ ചെയ്തിട്ട് അത് സ്മെല്ല് കളയാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ കൂടുതൽ വീഡിയോസായി നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.